ആലപ്പുഴ ജില്ലാ കളക്ടർക്ക് ബഹുമാനായ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ ഒരു വിളി നേരിട്ട് ചെല്ലുകയാണ്. എന്ത് വില കൊടുത്തും പുലികളി സംരക്ഷിച്ചതുപോലെ പുലികളി നടത്തുന്നത് പോലെ ഈ വള്ളംകളി നടത്തണം, നെഹ്റു ട്രോഫി വള്ളംകളി നടത്തണം, അതിനെന്താണ് വേണ്ടത് എന്ന വിളി വന്നതിൻ്റെ തൊട്ടു പിന്നാലെയാണ് ടൂറിസം വകുപ്പിൽ നിന്ന് 1 കോടി രൂപ വള്ളംകളിക്ക് അനുവദിക്കുന്നത്. ആ 1 കോടി രൂപ അനുവദിച്ച മുഹമ്മദ് റിയാസ് വലിയ കാര്യമാണ് ചെയ്തതെന്ന് ചിന്തിക്കുമ്പോഴാണ് ഉപേക്ഷിക്കാൻ പോകുന്നതാണ് വള്ളംകളി. അല്ല, അതാ വള്ളംകളി വേണ്ട എന്ന് വെച്ചെടുത്താണ്, ഓണാഘോഷവും വള്ളംകളി വേണ്ട എന്ന് വെച്ചെടുത്ത് കൃത്യമായ ഒരു ഫോൺ വിളിയിൽ ആ ക്രെഡിറ്റ് കൂടി സുരേഷ് ഗോപി കൊണ്ടുപോകരുത് എന്നതുകൊണ്ട് മാത്രം ആ വള്ളംകളി വന്നു. കാരണം 19ഓളം ബോട്ടുകളാണ് കോടികൾ പൊടിച്ചിട്ട് അവിടെ പ്രാക്ടീസും കഴിഞ്ഞ് നോക്കിയിരുന്നത്. ടൂറിസം കേരളത്തിന്റെ ടൂറിസം ഭൂപടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് ഇവര്. വയനാട്ടിൽ ദുരന്തം വന്നു, സംഭവിച്ചു, സഹോദരങ്ങൾ മരിച്ചു എന്നും പറഞ്ഞ് ഒരുപാട് പാവങ്ങളുടെ പണം വെറുതെ കളയേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ സുരേഷ് ഗോപി അതിന്റെ പിറ്റേ ആഴ്ച മുതൽ വയനാട്ടിലേക്ക് ടൂറിസ്റ്റുകളെ സ്വാഗതം ചെയ്തുകൊണ്ട് മന്ത്രി തന്നെ പോസ്റ്റുകൾ ഇടുന്നുണ്ട്. അപ്പൊ അതേസമയം ഒരു സ്ഥലത്തെ ടൂറിസത്തെ കൊന്നുകൊണ്ട് മറ്റൊരു സ്ഥലത്തെ ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യാൻ എന്തിനാണ് ശ്രമിക്കുന്നത്? അതുപോലെയാണ് നമ്മുടെ ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ്. അദ്ദേഹം ബേപ്പൂരിൽ നിന്നുള്ള നിയമസഭാ സാമാജികനാണ്. ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിന് കൊടുത്തത് 2.5 കോടി രൂപയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും പൈതൃകപരമായി നടത്തുന്ന ഒരു ചടങ്ങിന് 1 കോടി രൂപയും അവിടെ 2.5 കോടി രൂപ അതായിക്കോട്ടെ, എന്തോ അവിടെ ചെലവുകൾ. അല്ല, അവിടെ ഒരു പുതിയൊരു വള്ളംകളി അല്ലെങ്കിൽ ഒരു ജലോത്സവം ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടായിക്കോട്ടെ. ഇതിപ്പോ എല്ലാ ജില്ലയിലും പുതിയ വള്ളംകളികളും പുതിയ കാര്യങ്ങളും വരുന്നു. ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കണം. ക്യാരവാൻ ടൂറിസം വന്നു. മോഹൻലാലുമായിട്ടുള്ള ഇന്റർവ്യൂ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എവിടെ ക്യാരവാനുകളെവിടെ? ഗോപിച്ചമ്മൺ ഒരു ക്യാരവാൻ വാങ്ങിച്ചിട്ട് അവിടെ കൊണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. കുറേ പേര് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർ കൊടുക്കുന്ന വാക്കിന്, ഇവർ പറയുന്ന പ്രവൃത്തികൾക്ക് എന്ത് വിലയാണുള്ളത്? ഇപ്പോൾ അഭിഷേക് പറഞ്ഞ കാര്യമുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾക്ക് സൗജന്യമായി PR ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പോൾ ഈ പറയപ്പെടുന്ന മുഹമ്മദ് റിയാസിന്റെ PR ടീം ചെയ്യുന്നത്. കേരളത്തിലേക്ക് വരുന്ന ദേശീയ പാതകളുടെ ആകാശ ദൃശ്യങ്ങൾ പകർത്തി സമൂഹ മാധ്യമത്തിലൂടെ കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പങ്കുവെക്കുന്നതിന്റെ ഉദ്ദേശം എന്തായിരിക്കും? ഞാൻ പറഞ്ഞത് അത് ചിന്തിക്കാനുള്ള സാമാന്യ ബോധം കേരളത്തിലെ ജനങ്ങൾക്കുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സ്വാഭാവികമായിട്ട് മുഹമ്മദ് റിയാസിനെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് റിയാസിന് അതാണ് ഇഷ്ടമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് എളുപ്പത്തിൽ ക്രെഡിറ്റ് അടിച്ചെടുക്കുക, എളുപ്പത്തിൽ അധികാര സ്ഥാനങ്ങളിലേക്ക് എത്തുക, ഇതൊക്കെയാണല്ലോ അദ്ദേഹത്തിന്റെ ഒരു ട്രാക്ക്. നോക്കൂ, അദ്ദേഹം ബുദ്ധിമാനായ സമർത്ഥനായ ഒരു നേതാവാണെന്ന് ഞാൻ പറയും. ബുദ്ധി കൊണ്ട് രാഷ്ട്രീയം കളിച്ച ആളാണ് മുഹമ്മദ് റിയാസ്. കാരണം ഇവിടെ റഹീമും ഈ പറയപ്പെടുന്ന ഷംസീറും ഒക്കെ ഇപ്പോഴും ചെങ്കൊടിയും പിടിച്ച് അവിടെ രാജ്യസഭാ MP ആയിട്ടും സ്പീക്കറുമായിട്ടൊക്കെ ഇരിക്കുമ്പോൾ ഇദ്ദേഹം നൈസായിട്ട് വന്നിട്ട് മുഖ്യമന്ത്രിയുടെ മകളുടെ ഒരു വിവാഹ ബന്ധത്തിലൂടെ പോയി മന്ത്രിസഭയിൽ രണ്ടാമനായി മാറിയ ആളാണ്. അപ്പോൾ സ്വാഭാവികമായും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഉറപ്പായും ബാറ്റൺ കൈമാറാൻ അദ്ദേഹം നോക്കി വെച്ചിരിക്കുന്ന നേതാവാണ് മുഹമ്മദ് റിയാസ്. PV അൻവർ ഇന്ന് ഉന്നയിക്കുന്ന ആരോപണമുണ്ട്. ആ ആരോപണത്തിൽ കഴമ്പുണ്ട്. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മുഖത്തിൽ ഉണ്ടായിരുന്ന ഒരു സൂര്യപ്രകാശം, അതായത് സാധാരണക്കാരായ കമ്മ്യൂണിസത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന പിണറായി വിജയനോട് എന്തെങ്കിലുമൊക്കെ ആളുകൾക്ക് എതിർപ്പ് തോന്നി തുടങ്ങുന്നതിൻ്റെ ഒരു കാരണം മരുമകനായ മുഹമ്മദ് റിയാസിനെ അനാവശ്യമായ അധികാര സ്ഥാനങ്ങളിൽ പിടിച്ചിരുത്തിയത് കൊണ്ടാണ് എന്ന് അൻവർ ആരോപണം ഉന്നയിക്കുമ്പോൾ അല്ല, മുഖ്യമന്ത്രിക്ക് പിന്നിൽ ഒരു നിയന്ത്രിത ശക്തിയായിട്ട് ഇവരൊക്കെ ഉണ്ടായിരിക്കണം എന്നുകൂടി ഒരു സംശയം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. അത് ന്യായമാണ്. കാരണം ആർക്കും തോന്നാം. സ്വാഭാവികമായും ബഹുമാനായ PWDയുടെയും ഈ പറയപ്പെടുന്ന ടൂറിസത്തിൻ്റെയും ഉത്തരവാദിത്തമുള്ള മുഹമ്മദ് റിയാസിനോട് പറയട്ടെ, അങ്ങ് ട്രെൻഡിനൊപ്പം സോഷ്യൽ മീഡിയയിൽ സഞ്ചരിച്ചോളൂ. പ്രായം 50ഓളം അടുക്കാടായി. നാട്ടിൽ പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇതിലൊക്കെ ഒന്ന് ഇടപെട്ടിട്ട് വേണം ഇത്തരം കാര്യങ്ങളിലേക്ക് പോകാൻ.